സോളാർ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഇന്ററാക്സ് ഡിജിറ്റൽ ഹബിൽ ട്രിവാൻഡ്രം ടാക്സിഫൈ മാനേജിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ മൈട്രോ കമ്മോഡിറ്റീസ് ക്രിയേറ്റീവ് ഡിജിറ്റൽ സൊല്യൂഷൻസ് തിരുവനന്തപുരത്ത് വി ക്രിയേറ്റീവ്സ് ലൈവ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്തു. ക്രിയേറ്റീവ്സ് എന്നുള്ള ഒരു കമ്പനിയിലാണ്. ഇൻഫോടെക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇന്ററാക്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് കിട്ടിയിട്ടുള്ളത്. ലുമിനാർ ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈട്രോ കമ്മോഡിറ്റീസ്. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ദ എത്തിക്കൽ ഹാക്കിംഗ് സെഷൻ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കലി ലിനക്സ് ഇൻസ്റ്റലേഷനാണ്. എങ്ങനെ നമുക്ക് കലി ലിനക്സ് വിർച്വൽ ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വിർച്വൽ ബോക്സ് ആണ്. കാര്യം നമ്മൾ വിർച്വൽ ബോക്സിലാണല്ലോ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് വിർച്വൽ ബോക്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക, എന്നിട്ട് വിർച്വൽ ബോക്സ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പം വിർച്വൽ ബോക്സ് .org എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇത് സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ്. ഈ സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതിൽ വിൻഡോസ് ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതെടുക്കുമ്പോൾ തന്നെ വിർച്വൽ ബോക്സ് ഇവിടെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുവാണ്, കാര്യം ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കലി ലിനക്സിൻ്റെ OVA ഫയലാണ്. അതിനായിട്ട് ജസ്റ്റ് കലി ലിനക്സ് ഡൗൺലോഡെന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ കലി .orgയുടെ ഈ ആദ്യം വരുന്ന ഈ ഒരു സൈറ്റ് ഓപ്പൺ ആക്കുക. ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മളിത് വിർച്വൽ ബോക്സിലാണല്ലോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ വിർച്വൽ മെഷീൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം 64 ബിറ്റ് ഉണ്ട്, 32 ബിറ്റ് ഉണ്ട്. അപ്പം നിങ്ങളുടെ സിസ്റ്റം ഏതാണെന്ന് വെച്ചിട്ട് ഇപ്പോൾ 32 ബിറ്റാണ് 32 ബിറ്റ് ഡൗൺലോഡ് ചെയ്യുക, 64 ബിറ്റാണ് 64 ബിറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം നമ്മളിത് വിർച്വൽ ബോക്സിലാണ് ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് നമുക്ക് വിർച്വൽ ബോക്സിൻ്റെ ഫയലാണ് വേണ്ടത്. ഇപ്പം VMware ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ VMwareൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യും. ഇപ്പം നമ്മൾ വിർച്വൽ ബോക്സിന് ഡൗൺലോഡ് ചെയ്യുന്നു. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, കലി ലിനക്സിൻ്റെ OVA ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നതാണ്. ഞാനിതും ഇപ്പോൾ ഒന്ന് പോസ് ചെയ്യുകയാണ്, കാര്യം ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിർച്വൽ ബോക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് വിർച്വൽ ബോക്സിൻ്റെ ഇൻസ്റ്റാളർ. അത് ജസ്റ്റ് രണ്ടു വട്ടം ക്ലിക്ക് ചെയ്യുക, അന്നേരം അതിൻ്റെ ഇൻസ്റ്റാളർ വരും. നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ, അത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. നമുക്കത് തീരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അത് ഓപ്പൺ ആയി വന്നിട്ട് നമുക്കിപ്പോൾ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. കാര്യം നമുക്ക് ഈ കലി ലിനക്സിൻ്റെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ഒരു OVA ഫയലിൻ്റെ ഇമേജ് മാറിയിട്ടുണ്ട്, സോറി, ആ ഒരു ഐക്കൺ മാറിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വിർച്വൽ ബോക്സിലേക്ക് കലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ OVA ഫയലിൽ 2 വട്ടം ക്ലിക്ക് ചെയ്യുക. 2 വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ആവും. OVA ഫയൽ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ആവും. ഇനിയിപ്പോൾ താഴോട്ട് പോയി കഴിയുമ്പോൾ ഡീഫോൾട്ടായിട്ട് RAM 2 GB ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനത് മാറ്റി 4 ആക്കുവാണ്. നിങ്ങളുടെ ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്കത് മാറ്റാം, വേണമെങ്കിൽ കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം. പക്ഷേ ഒരു കുറഞ്ഞത് 4 GB എങ്കിലും ഉള്ളതാണ് നല്ലത്, ഇല്ലെങ്കിൽ ലാഗ് വരും. ഓക്കെ, അതിനുശേഷം ഇമ്പോർട്ട് കൊടുക്കുക. ഈ ഒരു ഇമ്പോർട്ട് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു എഗ്രിമെൻറ്റ് ചോദിക്കുന്നുണ്ട്, അത് എഗ്രി കൊടുക്കുക. ഓക്കെ, എഗ്രി കൊടുത്തു കഴിയുമ്പോൾ അത് ഇമ്പോർട്ട് ആവും. ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ കലി ലിനക്സ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെഷീനെ സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്റ്റാർട്ട് ബട്ടണിൽ ഒരു വട്ടം ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അപ്പം നമ്മുടെ മെഷീൻ റൺ ആവും. ഓക്കെ, നമ്മുടെ മെഷീൻ റൺ ആവുന്നുണ്ട്. അതിൻ്റെ ഗ്രബ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ കലി ലിനക്സിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. ഡീഫോൾട്ടായിട്ട് കലിയുടെ യൂസർ നെയിമും കലിയെന്നും പാസ്വേഡും കലിയെന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് യൂസർ നെയിം, ഇത് തന്നെയാണ് പാസ്വേഡും കലിയെന്ന് തന്നെയാണ്. അത് കൊടുത്ത് ലോഗിൻ കൊടുക്കുക. ഓക്കെ, ലോഗിൻ കൊടുത്തപ്പോൾ നമ്മുടെ മെഷീനകത്ത് ലോഗിൻ ആയിട്ടുണ്ട്. ഇതിന് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ റൈറ്റ് Ctrl+F അടിച്ചാൽ മതി. അപ്പം ഈ സ്വിച്ചിൻ്റെ ഒരു ഓപ്ഷൻ ചോദിക്കും, അവിടെ സ്വിച്ച് കൊടുത്തു കഴിയുമ്പം ഇങ്ങനെയാണ് നമ്മളിത് സ്വിച്ച് ചെയ്യുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് പഴയ പോലെ ആക്കണമെങ്കിൽ റൈറ്റ് Ctrl+F കൊടുത്താൽ മതി. ഓക്കെ,
അങ്ങനെ നമ്മുടെ കലി ലിനക്സ് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.